ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജേണി ഓഫ് ദ മാഗി എന്ന് പറയുന്ന ടി.എസ്. എലിയട്ട് എഴുതിയിട്ടുള്ള ഒരു പോയത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു പോയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ടി.എസ്. എലിയട്ടിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് സംസാരിക്കാം. നമ്മുടെ തോമസ് സ്റ്റേൺസ് എലിയട്ട് എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. 1888 മുതൽ 1965 വരെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ചത് അമേരിക്കയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എൻഡിങ് വരുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലാണ്. അതുപോലെ അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു മോഡേണിസ്റ്റ് റൈറ്റർ അതുപോലെ ഒക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു നോട്ട് ഓൺലി ദ പോയറ്റ് ബട്ട് ഓൾസോ പ്ലേ റൈറ്റ്, എസ്സേയിസ്റ്റ്, അങ്ങനെ പല രീതികളിലും അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഘട്ടങ്ങളിൽ അദ്ദേഹം ഞാൻ പറഞ്ഞു മോഡേണിസ്റ്റ് റൈറ്ററാണ്. അപ്പോൾ മോഡേണിസ്റ്റ് റൈറ്റർക്ക് ഉണ്ടാകുന്ന പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ആ ഒരു തീമും കാര്യങ്ങളൊക്കെ ആർക്കുണ്ടായിരുന്നു. ഒരു നിരാശയുടെയും അതുപോലെ എന്താണ് ഒരു ഡിസിലൂഷൻമെൻറ്റിൻ്റെയും ഒരു സ്പിരിച്വൽ എംപ്റ്റിനെസ്സിൻ്റെയും ഒക്കെ ഒരു ചായ്വ് ആർക്കുണ്ടായിരുന്നു. നമ്മുടെ ടി.എസ്. എലിയട്ടിന് ആദ്യ കാലങ്ങളുണ്ടായിരുന്നു. നമ്മുടെ അതിൻ്റെ ഒരു പോയം വി ഹാവ് ഓൾറെഡി ലേൺ ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഈ ഒരു വേൾഡ് വാറിന് ശേഷം പിന്നീട് എന്താണ് അദ്ദേഹം ആംഗ്ലോ കത്തോലിസത്തിലേക്ക് അദ്ദേഹം കൺവേർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റിലീജിയസ് ആയിട്ടുള്ള റൈറ്റിങ്സിലേക്ക് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള റൈറ്റിങ്സിലേക്ക് പിന്നീട് അദ്ദേഹം മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പഠിക്കാനുള്ള ജേണി ഓഫ് ദ മാഗി എന്ന് പറയുന്ന ഈ ഒരു പോയം 1927 ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടിയത് ഈ ഒരു വർഷമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആംഗ്ലോ കാത്തോലിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഈ ഒരു വർഷം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയത്തിനെ സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ 1948 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഈ ഒരു പോയം ഇങ്ങനെ ഉണ്ടായി, എന്താണ് ഈ പോയത്തിൽ പറയുന്നതിന് മുൻപ് വി ഹാവ് ടു നോ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് പോയം. സോ ഈ ഒരു പോയത്തിൽ പറയുന്നത് നമ്മുടെ ജീസസ് ക്രിസ്റ്റിൻ്റെ ബർത്ത് കാണാൻ വേണ്ടിയിട്ട് 3 ജ്ഞാനികളായിട്ടുള്ള ആളുകൾ യാത്ര പോകുന്ന അല്ലെങ്കിൽ നടത്തുന്ന യാത്രയാണ് ശരിക്കും ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. അപ്പോൾ 3 വൈസ് മാൻ എന്നാണ് പറയുന്നത്. ആ 3 പേരെയും വിളിക്കുന്ന ഒറ്റ പേരാണ് മാഗി എന്ന് പറയുന്നത്. അപ്പം മാഗി എന്ന് പറയുന്നത് ഈ 3 പേരെയും കൂടി കൂട്ടിയിട്ട് വിളിക്കുന്ന പേരാണ് കേട്ടോ. അപ്പം അവരെന്താണ് ജീസസ് ക്രിസ്റ്റ് ജനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കിട്ടിയിട്ട് അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് ജീസസ് ക്രിസ്റ്റിൻ്റെ ബർത്ത് കാണാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുന്ന ആളുകളാണ്. അപ്പം ആ യാത്രേൻ്റെ ഇടയിൽ വാട്ട് ഹാപ്പൻ ഇൻ ദ ജേണി, അതുപോലെ വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ദ ജേണി എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പം ഒരുപാട് ഡിഫിക്കൽട്ടി നിറഞ്ഞിട്ടുള്ളൊരു യാത്രയായിരുന്നു. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ അവർ ബത്ലഹേമിലേക്കാണ് യാത്ര പോകുന്നത്. അവിടെയാണല്ലോ നമ്മുടെ ജീസസ് ക്രിസ്റ്റ് ജനിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ശരിക്കും ഈ ഒരു പോയത്തിനുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത് നോക്കാം. ഇത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രാവലാണ് അവർക്ക് നേരിടേണ്ടത്. കാരണം അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് വിൻ്റർ സീസണിലായിരുന്നു. അപ്പം നമുക്കറിയാം വിൻ്റർ സീസണിലെ ക്ലൈമറ്റ് എത്രത്തോളം കോൾഡ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതുപോലെ അവിടേക്കുള്ള വഴികളൊക്കെ വളരെ ബാഡായിട്ടുള്ള വഴികളായിരുന്നു. ക്യാമലിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ പോകുന്നത്. പക്ഷേ ആ ഒരു ക്യാമലിന് ഒട്ടകങ്ങളൊക്കെ അവരുടെ കാലുകളൊക്കെ വളരെ ക്ഷീണിച്ചിരുന്നു. അതുപോലെ അവർ നടക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുക പോലും ചെയ്തു. അങ്ങനെ അവർ ഐസിൽ കിടന്നു പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവർക്ക് എന്ത് ചെയ്തു, ആ യാത്ര വളരെ ദുഷ്കരമായിട്ടൊരു യാത്രയായിരുന്നു. ആ ഒരു സമയത്ത് അവർ ഓർക്കുന്നത് തൻ്റെ പഴയ ആ ഒരു കൊട്ടാരങ്ങളിൽ അവരുടെ ആ സുഖ ജീവിതത്തെക്കുറിച്ചിട്ടാണ് അവർ ഓർക്കുന്നത്. രാത്രിയാണെങ്കിൽ തീ അണഞ്ഞു പോവുകയാണ്. അതുപോലെ താമസിക്കാൻ നല്ല ഒരു പ്ലേസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നഗരത്തിലുള്ള ആളുകൾ ഒട്ടും ഫ്രണ്ട്ലി ആയിരുന്നില്ല. അതുപോലെ ആ ഒരു വില്ലേജ് തീരെ ക്ലീൻ ആയിട്ടുള്ള ഭയങ്കര നീറ്റായിട്ടുള്ള വില്ലേജേ ആയിരുന്നില്ല. അതുപോലെ സാധനങ്ങൾക്ക് ഭയങ്കര പ്രൈസായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ ഒരു യാത്രയിൽ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ എ ഹാർഡ് ടൈം വി ഹാഡ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പം അത്രയും ദുഷ്കരമായിട്ടുള്ള യാത്രയായിരുന്നു അവർ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അവസാനം തീരുമാനിക്കുകയാണ് ഇനി പകൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്താണ് രാത്രി യാത്ര ചെയ്യുന്നതാണെന്നുള്ളത് അവർ തീരുമാനിക്കണം. അങ്ങനെ രാത്രി അവർ യാത്ര ചെയ്യുമ്പം അവർക്ക് പല ശബ്ദങ്ങളും അവർ കേട്ടു എന്നുള്ളതാണ്. അഥവാ ദിസ് വാസ് ഓൾ ഫോളി, അഥവാ ഇതൊരു മണ്ടത്തരമായിട്ടുള്ള യാത്രയാണ്, തിരിച്ചു പോകണം എന്നുള്ള രീതിയിലൊക്കെ അവർ യാത്രയിൽ പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും സെക്കൻഡ് സ്റ്റാൻസയിൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവർ ഒരു ആയപ്പം അവരൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലിയിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. അവിടെ ഒരു ഫ്ലോയിങ് സ്ട്രീം, നല്ല മനോഹരമായിട്ട് ഒഴുകുന്ന അരുവികളുണ്ട്, വാട്ടർഫോൾ ഉണ്ട്. അതുപോലെ ആകാശത്തിനെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന 3 മരങ്ങളുണ്ട്, ഒരു വൈറ്റ് ഹോഴ്സ് ഉണ്ട്. ഇതിനൊക്കെ അവർ കാണാണ്. പിന്നീട് അതിനുശേഷം അവർ പോകുന്നത് ഒരു ടാവേൺ അഥവാ ഒരു മദ്യക്കടയിലേക്ക് അവർ പോകുന്നത്. അവിടെ കുറേ ആൾക്കാർ മദ്യപിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ ചില ആൾക്കാർ ഡൈസ് ഗെയിം കളിക്കുന്നുണ്ട്, ചൂതാട്ടത്തിൻ്റെ ആ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവരുടെ യാത്ര തുടർന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പം അവർ ബത്ലഹേമിലെത്തി. അങ്ങനെ യേശുവിൻ്റെ ജനനം കണ്ടു. യേശുവിന് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതോടെ 2ാമത്തെ സ്റ്റാൻസയും കഴിഞ്ഞു. ദെൻ 3ാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് എത്തുന്നതാണ്. അവിടെ എത്തിയപ്പോൾ അവർക്കെന്താ പറ്റി ചോദിച്ചാൽ അവർക്ക് ശരിക്കും അവരുടെ പഴയ ബിലീവ്സിനൊന്നും ശരിക്കും അതിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അഥവാ പഴയ ഓൾഡ് ബിലീവ്സിനൊക്കെ അല്ലെങ്കിൽ ആ ഒരു പഴയ വിശ്വാസം ഒന്ന് മരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു പഴയ വിശ്വാസങ്ങളുടെ ഒരു ഡെത്താണ് ശരിക്കും അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം അഥവാ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ച് മാഗി എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നു എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ടി.എസ്. എലിയട്ട് ഇതിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ
ജീസസിൻ്റെ ജനനത്തോടെ ആ ഒരു പഴയ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ പഴയ സമൂഹത്തിൻ്റെ ഒരു മരണം കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീസസിൻ്റെ ഒരു മരണത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ഇതിൽ ക്രൂശിക്കപ്പെടുന്നതിലൂടെ ഒരു പുതിയ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു പുതിയ ഒരു മതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മുടെ ടി.എസ്. ഇലിയട്ട് ഈ ഒരു കവിതയിലൂടെ അവസാനം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് നോക്കാനുള്ളത്. മാത്യു, മാർക്ക്, അതുപോലെ ലൂക്ക്, ജോൺ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ശരിക്കും നമ്മുടെ ജീസസിൻ്റെ ഒരു ബർത്ത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള ഒരു പോയം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മാത്യു എഴുതിയിട്ടുള്ള ഗോസ്ബൽ എന്ന് പറയുന്ന ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇതിൽ പറയുന്ന ഈ ഒരു മാഗി എന്ന് പറയുന്ന ഇവർ നമ്മുടെ ക്രിസ്ത്യന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് കാര്യം പറഞ്ഞു. 3 ഗിഫ്റ്റാണ് ശരിക്കും അവർ കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഗോൾഡ് എന്നുള്ളതാണ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിങ്ഷിപ്പാണ് കേട്ടോ. ദെൻ രണ്ടാമത് കൊടുത്തതാണ് ഫ്രാങ്കിൻസെൻസ്, അഥവാ ഒരു ഡിവൈനിറ്റി, ഒരു ദൈവികത അവർ നമ്മുടെ ആൾക്ക് സമ്മാനിക്കുന്നുണ്ട്, നമ്മുടെ യേശുവിന് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ മർ എന്ന് പറയുന്ന സംഭവം, മർ എന്ന് പറയുന്നത് ശരിക്കും അതിന് MYRRH, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മർ എന്നുള്ള രീതി, അഥവാ ഡെത്ത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അതോ മരണപ്പെട്ട സ്ഥലങ്ങൾ വളരെ സുഗന്ധമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ശരിക്കും ഈ ഒരു മർ എന്ന് പറയുന്ന സംഭവം. അപ്പം അതും കൊടുക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ഈ ഒരു ശരീരം സംരക്ഷിക്കാനും മരണത്തിന് ശേഷം എന്താണ് ശരീരം സംരക്ഷിക്കാനും ഒരു സംസ്കാര ചടങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം, അഥവാ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ശരിക്കും അവിടെ വരുന്നത്. അപ്പം ഈ ഒരു 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയിട്ടുള്ള, അദ്ദേഹം കിങ്ഷിപ്പിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ദൈവികത ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് ഒരു നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു ദുഷ്കരമായിട്ടുള്ള യാത്രയൊക്കെയാണ് ശരിക്കും ഈ ഒരു ഡെത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തുള്ള 3 ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ ഇലിയട്ട് എന്താണ് നമ്മുടെ ജീസസിൻ്റെ ഭാവിയിൽ വരാനുള്ള, ഫ്യൂച്ചറിൽ വരാനുള്ള സഫറിങ്സും ആ ഒരു കുരിശിലേറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇതിൽ ഒരുപാട് സിമ്പിൾസ് നമ്മുടെ പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻ്റർ എന്ന് പറയുന്ന സംഭവം ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് പറയാം. ആ ഒരു വിൻ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഹാർഡ്ഷിപ്പ്, ഭയങ്കര സഫറിങ്ങോട് കൂടിയിട്ടുള്ളൊരു യാത്രയായിരുന്നല്ലോ അവർക്ക്, ആ ഒരു അർത്ഥം അതിലുണ്ട്. അതുപോലെ 3 മരങ്ങളെക്കുറിച്ച്, 3 ട്രീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ജീസസിനെ അഥവാ കുരിശിലേറ്റുന്ന ആ ഒരു സംഭവത്തുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതുപോലെ വൈറ്റ് ഹോഴ്സിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ജീസസിൻ്റെ ഒരു കമ്മിങ്ങിനെ കുറിച്ചിട്ടുള്ള അനൗൺസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സിംബലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ജേണി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ജേണിയാണല്ലേ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ സിംബലൈസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ സിംബലൈസ് ചെയ്തിട്ട് ഒരുപാട് വേർഡ്സുകൾ ഇതിൽ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ഇതാണ് ശരിക്കും നമ്മുടെ ജേണി ഓഫ് മാഗി എന്ന് പറയുന്ന ടി.എസ്. ഇലിയട്ട് എഴുതിയിട്ടുള്ള പോയം, അതിൻ്റെ ഒരു സമ്മറിയും അതിൽ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.